മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനം ഇപ്പോൾ തുടരുന്നുണ്ട്. അദ്ദേഹം ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കുകയാണ്. ഇതില് ഈ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചതിൽ ഉള്ള നേരിയതയുണ്ടല്ലോ, അത് വേറൊരു ഭാഗമാണ്. ഒരു സുപ്രഭാതത്തിലായിരിക്കില്ലല്ലോ ഇത് നടന്നത്. ഇതിന്റെ ഭാഗമായുള്ള ആലോചനകൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ചില നേതാക്കളും ഇദ്ദേഹവുമായൊക്കെ ബന്ധപ്പെട്ട് ചില ആലോചനകൾ നേരത്തെ നടന്നിട്ടുണ്ടാവില്ല. ആ ആലോചനയിൽ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്തിയ ഒരു കണക്കായിരിക്കും ഇത്. CPIM-നെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. താൻ CPIM-ൽ നിന്ന് മാറി സ്ഥാനാർത്ഥിയായ 10,000 അല്ലേ, 15,000 വോട്ട് CPIM-ൽ ഇങ്ങനെ അടർന്ന് ഇങ്ങോട്ട് തന്നോടൊപ്പം വരും. ഇതായിരിക്കും ആലോചന നടത്തുമ്പോൾ പറഞ്ഞ ഒരു കാര്യം. അത് കോൺഗ്രസിനും കുറച്ച് നല്ല ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം CPIM-ന്റെ കൂടെയുള്ള 15,000 ആളുകൾ കുറയാന്ന് പറഞ്ഞാൽ CPIM നല്ലതുപോലെ ദുർബലപ്പെടുന്നതാണല്ലോ അർത്ഥം. അപ്പൊ അതിനെ അവർ നല്ല നിലക്ക് കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിന്റെ മറ്റൊരു ഭാഗം കൂടി നമ്മൾ കാണണ്ടേ? അതല്ലേ മറ്റേ 10,000-ന്റെ കണക്ക്. 10,000 അല്ലേ 5,000. BJP-യുടെ വോട്ട് 5,000 കിട്ടുമെന്ന് പറഞ്ഞു. അത് ഒരു സ്ഥാനാർത്ഥി ആദ്യമായിട്ട് പറയില്ലേ, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടാൻ പോകുന്ന വോട്ട്. അപ്പോ BJP-യുടെ കൂടി സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ അദ്ദേഹം മാറുന്നത്. കോൺഗ്രസിന്റെയും BJP-യുടെയും വോട്ടുകളെ ആശ്രയിച്ച് ജയിക്കാൻ പറ്റും എന്നാണല്ലോ കണക്കൂട്ടൽ. ഈ ആലോചന നേരത്തെ നടന്നിട്ടുണ്ടാവുക. ആ ആലോചനകള് BJP-ക്കാരുമായിട്ട് നടത്തിയിട്ടുണ്ടാവുക. ഇനി BJP-ക്ക് നൽകിയിട്ടുള്ള ഓഫറുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ അദ്ദേഹം വന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് എന്ന മട്ടിലാണ്. പക്ഷെ ഇത്തരത്തിലൊരു നിലയെടുത്ത് വോട്ട് BJP-യിൽ നിന്ന് കൂടി വാങ്ങാൻ സ്വതന്ത്ര വേഷമാണ് നല്ലത് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമാണോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായമാണോ? ഏതായാലും രണ്ടു കൂട്ടും കൂടി കണ്ടൊരു അഭിപ്രായമാണല്ലോ. ഇപ്പൊ BJP കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അമ്പലപ്പുഴയിൽ CPIM-നെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണല്ലോ അഭിപ്രായമാണല്ലോ. ഇപ്പൊ BJP കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അമ്പലപ്പുഴയിൽ CPIM-നെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നാണല്ലോ നോക്കുന്നത്. അമ്പലപ്പുഴ ഇപ്പൊ കുറച്ച് ദീർഘകാലമായിട്ട് തന്നെ LDF ജയിച്ചു വരുന്നൊരു മണ്ഡലമാണല്ലോ. ഇവിടെ LDF-നെ പരാജയപ്പെടുത്താൻ BJP-യുടെ കൂടി സഹായം സ്വീകരിക്കുക എന്നാണ് കണ്ടിട്ടുള്ളത്. എന്തൊരു ഗതികേടാണ് എന്ന് നോക്കണം. കോൺഗ്രസും UDF-ഉം കാണിച്ച ഗതികേട് അത് അങ്ങേയറ്റം പാപ്പരായ ഒന്നാണ്. ഇതിൽ പരം ഗതികേട് വരാനില്ല ഒരു പാർട്ടിക്കും മുന്നണിക്കും. അതിൻ്റെ കൂടെ ഇത്തരമൊരു ആളെ സ്വീകരിച്ച് ഞങ്ങളെ തകർക്കാമെന്നാണ് വ്യാമോഹമെങ്കിൽ അത് കഴിയുന്നതല്ല. അമ്പലപ്പുഴ ഈ കഴിഞ്ഞ കാലത്ത് LDF-നോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഇത്തവണയും നല്ല നിലയിൽ തന്നെ LDF-നോടൊപ്പം അമ്പലപ്പുഴ നിൽക്കുമെന്നതിൽ സംശയമില്ല. നല്ല നിലക്ക് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള സലാം ജയിച്ചു വരിക തന്നെ ചെയ്യും. BJP-യോട് LDF-ന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് BJP-യോട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യമായ CPIM വോട്ടുകളൊന്നും മണ്ഡലത്തിൽ ഇല്ല എന്നുകൂടി അദ്ദേഹം പ്രസംഗിച്ചു. അതല്ലേ ഇപ്പൊ പറയുന്നതല്ലേ. ഇപ്പൊ അതല്ല, അദ്ദേഹം ഇതിനേക്കാളും അധികം അദ്ദേഹം പറയാൻ നിർബന്ധിതനാവും. കാരണം CPM വോട്ടല്ലാതെ പിന്നെ ഏത് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ആരാ അദ്ദേഹത്തെ ഇവിടെ വിജയിപ്പിച്ചത്? അദ്ദേഹമാക്കിയത് ചെറുപ്പം നാൾ തൊട്ടേ ഞങ്ങളെ പാർട്ടിയല്ലേ. നിങ്ങൾ കാണേണ്ടത് ഒരാള് പാർട്ടിയിൽ വളർന്നു വരുന്നത് അയാള്
എല്ലാ തരത്തിലും പൂർണ്ണവാനായിട്ടല്ല. ഒരു മനുഷ്യനെന്ന നിലക്കുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഓരോ ആൾക്കും ഉണ്ടാവും. ആ കുറവുകളും പോരായ്മകളും ഒക്കെ നല്ല നിലക്ക് ഇടപെട്ട് തിരുത്തി നല്ലതുപോലെ വളർത്തിയെടുക്കുന്ന നിലയാണ് പാർട്ടി സ്വീകരിക്കുക. അതാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഓരോ ഘട്ടത്തിൽ ആദ്യം വിദ്യാർത്ഥി പ്രവർത്തനം, പിന്നെ പാർട്ടിയിൽ മറ്റു വിവിധ സംഘടനകളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം, അതിലൂടെയൊക്കെ അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞ അറിവ് അത് പാർട്ടിയിലൂടെ ലഭിച്ചതാണല്ലോ. പാർട്ടിയാണല്ലോ അദ്ദേഹത്തെ വളർത്തുന്നത്. ആ പാർട്ടിയെ ആകെ തള്ളിപ്പറഞ്ഞ് എനിക്ക് പാർട്ടിയുടെ വോട്ടൊന്നും ആയിരുന്നില്ല, മറ്റേതോ വോട്ടായിരുന്നു എന്നത് അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നില്ലേ. നിങ്ങളെല്ലാം ഈ ജില്ലക്കാരാണല്ലോ. നിങ്ങൾ അല്പം ഒരു ചിരിയോടെയായിരിക്കുമല്ലോ അത്തരം വാദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകുക. പിന്നെ CPIM-നെതിരെ പറയുന്നതായതുകൊണ്ട് ചെറുക്കൊരു സുഖം തോന്നുന്നു മാത്രം. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാസ്യത എല്ലാവർക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി G. സുധാകരനെതിരായി വിമർശനം ഇപ്പോഴും തുടരുക തന്നെയാണ്. പ്രത്യേകിച്ച് G. സുധാകരൻ പറയുന്നു തനിക്ക് BJP-യുടെ വോട്ടുകൾ കൂടി ലഭിക്കും എന്നുള്ളത്. ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇതിലേറെ അധപ്പതനം എന്താണ്? അതായത് ഒരു പാർട്ടിയുടെ വോട്ട്, അതായത് UDF-ന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന G. സുധാകരന് BJP-യുടെ വോട്ട് കൂടി ലഭിക്കുമെന്ന് സുധാകരൻ തന്നെ പറയുമ്പോൾ അദ്ദേഹം UDF-ന്റെയും BJP-യുടെയും സ്ഥാനാർത്ഥിയായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. ഇതുവരെയും അദ്ദേഹം വിജയിച്ചു കയറിയത് CPIM-ന്റെ വോട്ട് കൊണ്ടാണ് എന്നും ഇനിയും CPIM സ്ഥാനാർത്ഥി തന്നെ അവിടെ വിജയിക്കും എന്നുമാണ് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.